ഹായ് എവരിവൺ, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ഒരു കഞ്ഞിയും പയറും, കുത്തരി കഞ്ഞിയും ചെറുപയർ മെഴുക്ക് വരട്ടി നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഈ കുത്തരി കഞ്ഞിക്ക് ആവശ്യമുള്ളത് കുത്തരിയാണ് എടുത്തേക്കുന്നത്, അല്ലെ ചെമ്പാവരി അരി എടുക്കാം. ഓക്കെ, അത് അതിനകത്ത് ഈ കുക്കറിനകത്ത് ഓൾറെഡി ഞാൻ അത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു കുക്കർ, ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കുക. കുക്കറിനകത്ത് ഹാഫ് വെള്ളം നിറച്ചിട്ട് അതിനെ ചൂടാക്കാൻ വെക്കണം. ചൂടാക്കാൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതിനെ വെള്ളം ഒഴിച്ച് നന്നായിട്ടിങ്ങനെ കഴുകണം. കഴുകി 3-4 വട്ടം കഴുകി ഈ കുത്തരി ഇതിനകത്ത് ഇടുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെയുള്ളൊരു തവി കൊണ്ട് അതിനെ ഇളക്കി കൊടുത്തിട്ട് അതിൽ ഗ്യാസ്കറ്റ്, കുക്കർ ഉപയോഗിക്കുമ്പം കുക്കറിൻ്റെ ലിഡ്, അതിൻ്റെ വെയിറ്റിൻ്റെ ഹോള് എപ്പോഴും ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈറ്റിലോട്ട് വെച്ച് നോക്കി ക്ലിയർ ആണോ എന്ന് നോക്കണം. അതിൻ്റെ മറ്റ് വാൽവുകളൊക്കെ, സേഫ്റ്റി വാൽവൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കണം. എന്നിട്ട് എപ്പോഴും കുക്കർ നമ്മൾ അടുപ്പേ വെക്കാവുള്ളൂ. അപ്പോൾ ആ കുക്കറിനകത്ത് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഗാസ്കറ്റ് ഉണ്ട്. ഈ ഗാസ്കറ്റ് ഇട്ടിട്ട് അതിനെ ഞാൻ വെച്ചിരിക്കുകയാണ്. ലിഡ് കൊണ്ട് അടച്ച് അതിൽ വെയിറ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിതിനെ നേരത്തെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വിസിൽ വന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഞാനൊരു 15-20 മിനിറ്റ് അതിനെ ഞാൻ വേവിക്കും. അന്നേരം റെഡിയായിട്ട് കിട്ടും. കുറച്ച് കഞ്ഞിക്കും പയറിനും ഒപ്പം കഴിക്കാൻ കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പയർ ഒലത്താം. അപ്പോൾ പയറിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റാനായിട്ട് ഞാനതിനെ കുക്കറിനെ ഒന്ന് അടുപ്പേ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. അപ്പം ഈ മസാല ഒന്ന് റെഡി ആയിക്കോട്ടെ. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് കടുകിടാം. ഓക്കെ, കടുക് പൊട്ടിക്കോട്ടെ. 1 സ്പൂൺ കടുക് മതി. കടുകിട്ട് കടുകൊന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ. ഇത് ഒരു മാജിക് മസാലയാണ്. ഇത് നമ്മുടെ കൂർക്ക, കായ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് ഈ മസാല. ഇത് ഞാൻ മെഴുക്ക് പുരട്ടുന്ന കായവർഗ്ഗങ്ങളും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഈ മസാല ഉപയോഗിച്ചാണ് മെഴുക്ക് പുരട്ടുന്നത്. പയർ ഇത് വെച്ച് ഉലത്തുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് തലവേദനയൊക്കെ എടുത്തിരിക്കുമ്പോൾ ഇത്തിരി കഞ്ഞിയുടെ കൂട്ടത്തിൽ ഈ വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത്, കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ജലദോഷം, പനി, ഇതിനൊക്കെ നല്ലതാണ്. നല്ല ചൂടോടെ കഴിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കടുമാങ്ങ, ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കിയത്. ചെറുതായിട്ട് അരിഞ്ഞ് നല്ലതായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ കടുക് പൊട്ടൽ, കടുക് പൊട്ടണം. കടുക് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് കയ്പ്പ് വരും. അപ്പോൾ ഈ കരിയാപ്പിലയെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട്. ഓക്കെ, നമ്മുടെ കടുക് പൊട്ടട്ടെ കേട്ടോ, മുഴുവൻ പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇപ്പം നമ്മളിതിനെ ഇടുക, മസാല ഇടുക. ചെറിയ ഉള്ളി ഇതിനകത്ത് ഇടുകയാണെങ്കിൽ ഒത്തിരി ടേസ്റ്റാണ്. നമ്മുടെ കഫക്കെട്ടൊക്കെ ഉള്ളപ്പം ചെറിയ ഉള്ളി നല്ലതാണ് നമ്മുടെ തൊണ്ടയ്ക്കും ശരീരത്തിനും ഒക്കെ. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഒരു മൂത്ത മണം വരണം. ഇച്ചിരി കൂടെ ഞാൻ വെളുത്തുള്ളി ചേർക്കട്ടെ. ഒന്ന് നോക്കട്ടെ. അപ്പം ഇത് നന്നായിട്ട് മൂത്ത് ഈ കരണ്ടി ഇങ്ങനെ വെച്ച് നോട്ട് മൂത്ത മണം വരും. ഓക്കെ, മൂത്ത മണം വന്ന് നമുക്കിതിനെ ഇതിനകത്തോട്ട് എടുത്തിടാം. ഓക്കെ, ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി ഇതിനെ നമുക്കിങ്ങോട്ട് എടുത്തിട്ട്. അപ്പം ഞാൻ ഈ പയർ ഞാൻ സോക്ക് ചെയ്തതല്ല കേട്ടോ, ഞാൻ 15 മിനിറ്റ് അതിനെ വേവിച്ചു. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് തോർത്തിയെടുക്കാം. വേണമെങ്കിൽ ഒരു ശകലം കുരുമുളകും കൂടെ ഇച്ചിരി കൂടെ ഇട്ടാം കേട്ടോ. കാരണം കശ്മീരി മിർച്ചിയാണ് ഇട്ടത്. കുറച്ച് കുരുമുളകും കൂടെ ഇട്ടു.
പിന്നെ ഇങ്ങനെ നന്നായിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കഞ്ഞി വിളമ്പി കൊടുക്കുന്നത് ഞാനിങ്ങനെ ഒരു വലിയ പാത്രം, പിന്നെ അതിനകത്ത് ഒരു സ്മോൾ കഞ്ഞി ആകുമ്പോഴത്തേന് പിന്നെ കോരി കുടിക്കാനായിട്ട് പാകത്തിന് ഒരു ഇത്, പിന്നെ നമ്മുടെ പ്ലാവിലയുടെ സ്പൂൺ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചൂട് കഞ്ഞിയുണ്ട് ഇവിടെ. ചൂട് കഞ്ഞി നമുക്ക് ഇതിനകത്തോട്ട് എടുക്കാം. നല്ലതായിട്ട് വെന്ത് കേട്ടോ. പ്രായമുള്ളവർക്കും കഴിക്കാൻ പരുവത്തിനായി കഞ്ഞി എടുത്തു. പിന്നെ നമുക്ക് പയറിനെ എടുക്കാം. അപ്പം കഞ്ഞിക്കകത്ത് ഞാൻ സ്പൂൺ ഇട്ടു. പിന്നെ ഈ പയർ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ ചേർന്ന് കരിയാപ്പില കൊണ്ടാട്ടം നമുക്ക് വയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഫിഷ് ഫ്രൈ വെച്ചു. ഓക്കെ, കൊണ്ടാട്ടം വെച്ചു. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഇച്ചിരി കടുമാങ്ങ എടുക്കാം. നമുക്ക് കടുമാങ്ങ. ഓക്കെ, അപ്പം കഞ്ഞി റെഡിയായി. കഞ്ഞിക്ക് നമുക്ക് ഇങ്ങനെ കോരി കുടിക്കാൻ പാകത്തിന് ഇതാകുമ്പോൾ ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകത്തില്ല. കഞ്ഞി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതാണ്. വലിയ പാത്രത്തിൽ നമുക്ക് കറികളും എടുക്കാം, അതുപോലെ നമുക്ക് കഞ്ഞി സുരക്ഷിതമായിട്ടിരിക്കും. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. കഞ്ഞിയിൽ കടുമാങ്ങ ഇട്ട് ഇളക്കി, പിന്നെ ഈ ചെറുപയർ മെഴുക്ക് വരട്ടി, പിന്നെ കൊണ്ടാട്ടവും കൂടെ കൂട്ടി, പപ്പടം ഉണ്ടെങ്കിൽ പപ്പടവും കൂടെ നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ. ഓക്കെ, എൻജോയ് യുവർ കഞ്ഞി ആൻഡ് പയർ. All the best. Take care. Have a great future.